ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗാംക മെഡിക്കലിനെ കുറിച്ചാണ്. ഗാംക മെഡിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ UAE പോലുള്ള GCC കൺട്രീസിലോട്ട് നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ മെഡിക്കൽ എടുക്കണം. ആ മെഡിക്കൽ എടുക്കുന്നതിന് പറയുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് ഗാംക എന്ന് പറയുന്നത്. അതായത് GCC കൺട്രീസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് മാത്രമേ നമുക്ക് മെഡിക്കൽ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗാംക മെഡിക്കലിനെ കുറിച്ചാണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഗാംക എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഗാംകയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറണം. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഏത് മെഡിക്കൽ സെൻ്ററാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവർ തരുന്ന മെഡിക്കൽ സെൻ്ററുകളിൽ മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. കേരളത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു 4 സോണുകളുണ്ട്. അതായത് ഞാൻ എറണാകുളത്തു നിന്നാണ് എടുത്തത്. അപ്പോൾ നമുക്ക് ആ സോണ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം എറണാകുളത്തു നിന്നാണെന്നുണ്ടെങ്കിൽ എറണാകുളം നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ അവിടെയുള്ള ഏത് മെഡിക്കൽ സെൻ്ററാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് അവർ തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് തിരിച്ചയച്ചു തരും. ആ അപ്പോയിൻമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴാണ് മെഡിക്കലിന് പോകേണ്ടത്, എന്തൊക്കെയാണ് മെഡിക്കലിന് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് തന്നെ കാണും. അപ്പോൾ ആ മെഡിക്കലിന് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പോയിട്ടോ അല്ലാതെ എന്താ പറയുന്നത്, നമ്മൾ നേരത്തെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അതായത് അതിൻ്റെ അകത്ത് എത്രയാണോ സമയം കൊടുത്തിരിക്കുന്നത് ആ സമയത്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ആ സമയത്ത് പോയിട്ടേ കാര്യമുള്ളൂ. അവർ ആ സമയത്ത് മാത്രമേ നമ്മൾ വിളിക്കത്തുള്ളൂ. പിന്നെ ഗാംകയുടെ മെഡിക്കൽ റിസൾട്ട് നമുക്ക് അന്ന് തന്നെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് അന്ന് തന്നെ കിട്ടും. അതായത് നമ്മൾ ഇപ്പോൾ രാവിലെ പോയി മെഡിക്കൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2 മണി 3 മണി ആ ഒരു ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്ക് മെഡിക്കൽ റിസൾട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി ഗാംക മെഡിക്കൽ നമ്മൾ എടുക്കാനായിട്ട് പോകുമ്പം എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടാണ് മെയിനായിട്ട് കൊണ്ടുപോകേണ്ടത്. പാസ്പോർട്ട് കൊണ്ടുപോയാൽ മതി. പാസ്പോർട്ട് വെച്ച് തന്നെയാണ് അവർ ബാക്കിയുള്ള പേപ്പേഴ്സ് എല്ലാം നീക്കുന്നത്. പിന്നീടെന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപ ഇതിനു വേണ്ടി ചിലവാകും, അതായത് ഗാംക മെഡിക്കൽ എടുക്കാനായിട്ട് എത്ര രൂപ ചിലവാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് ഏകദേശം 1300 രൂപ അടുപ്പിച്ച് നമുക്ക് നാട്ടിലെ എമൗണ്ട് വരും. 1300 to 1400 ആ ഒരു പ്രൈസ് റേഞ്ചിനുള്ളിലായിരിക്കും നമുക്ക് ആ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ മെഡിക്കൽ എടുക്കാനായിട്ട് പോയിട്ട് മെഡിക്കൽ സെൻറ്ററിലും നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഏകദേശം 5000 രൂപ അടുപ്പിച്ച് മെഡിക്കലിന് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ടോട്ടൽ എമൗണ്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 6300 6400 ഏകദേശം ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഗാംക മെഡിക്കൽ എടുക്കാനായിട്ട് നമുക്ക് എക്സ്പെൻസ് വരുന്നത്. പിന്നീട് നമുക്ക് എല്ലാവർക്കും തന്നെയുള്ളൊരു ഡൗട്ടാണ് എന്തൊക്കെ മെഡിക്കൽ ടെസ്റ്റുകളാണ് ഗാംകയ്ക്ക് വേണ്ടി അവർ എടുക്കുന്നതെന്നുള്ളത്. ആദ്യമേ തന്നെ അവർ ബ്ലഡ് ടെസ്റ്റാണ് മെയിനായിട്ട് എടുക്കുന്നത്. ബ്ലഡ്, അതുപോലെ തന്നെ യൂറിൻ, പിന്നെ ചെസ്റ്റിൻ്റെ എക്സ്റേ. ഇത് 3ആണ് മെയിനായിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റുകളെന്ന് പറയുന്നത്. പിന്നെ ചിലർ പറയും നമ്മുടെ ഡ്രസ്സൊക്കെ അഴിച്ച് കാണിക്കണം. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഈ ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഫേക്കായിട്ടുള്ള ന്യൂസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അങ്ങനെയൊന്നും ഫേസ് ചെയ്തില്ല. ജസ്റ്റ് ബ്ലഡും കൊടുത്തു, യൂറിനും കൊടുത്തു, പിന്നെ ചെസ്റ്റിൻ്റെ ഒരു എക്സ്റേ. ഇത് 3 മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫിറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെറിയൊരു വാക്സിനേഷനും കൂടെ എടുക്കുന്നതായിരിക്കും. അതോടുകൂടി ഗാംക പ്രൊസീജിയർ തീരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ടും കിട്ടും. ഏതായാലും ഈ ഗാംക എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. അതിനുവേണ്ടിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഏതായാലും ഗാംകയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് അതൊന്ന് കയറി ചെക്ക് ചെയ്യുക. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.